സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹബന്ധം വേർപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന നബി തങ്ങളോട് പറയുന്ന, നബിയേ ഇന്നല്ലാഹ യഅ്മുറുക അൻ തുറാജിഅ ഹഫ്സ ബീവിയെ നബിയെ അങ്ങ് തിരിച്ചെടുക്കണം, അവരുമായി ഉള്ള വിവാഹബന്ധം എന്തിരുത്, വേർപ്പെടുത്തരുത്. വേർപ്പെടുത്തുന്ന തൊലാഖിൻ്റെ ഒരു വിഷയം വന്നു, അത് ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അവർക്ക് ഭക്ഷണമില്ലാത്ത അവസ്ഥ വന്നു. പുണ്യനബിൻ്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണിയായി, തങ്ങൾക്ക് റേഷൻ കൊടുക്കാൻ വയ്യ, അവർക്ക് ഭക്ഷണം മിനിമം സർവൈവലിന് ആവശ്യമായ ഭക്ഷണം പുണ്യനബിക്ക് കിട്ടുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു കാലഘട്ടം, വലിയ ഒരു ദാരിദ്ര്യത്തിൻ്റെ കാലം ഹബീബിൻ്റെ മുമ്പിലുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് അൻസ്വാരികളൊക്കെ നബി തങ്ങൾക്ക് ഒരുപാട് ഹദിയ കൊടുക്കാൻ തുടങ്ങിയൊരു കാലഘട്ടമുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ചു കാലം അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാണ്ട് വിഷമിച്ചു. മദീന കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പോഴാണ് എല്ലാവരെയും വിളിച്ചുകൂടി നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്. ചരിത്രം അറിയാലോ. എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണുങ്ങളെ, ഇൻ കുൻതുന്ന തുരിദിനല്ലാഹ വറസൂല, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയുമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും എൻ്റെ കൂടെ ജീവിക്കാൻ. കാരണം എനിക്കൊന്നും കിട്ടുന്നില്ല, എനിക്ക് കിട്ടിയേ ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ പട്ടിണിയാണ്. ആ സമയത്തെ രംഗങ്ങളാണ്. അവിടുത്തെ വീട്ടിൽ നിന്ന് പുകയുരുമായിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. വേവിച്ച് തിന്നാൻ പറ്റുന്ന ഒന്നുമില്ല. പിന്നെന്താണ്? ഈത്തപ്പഴവും വെള്ളവുമേ ഉണ്ടാവുള്ളൂ. ഇല്ലൽ അസ്വദാൻ, കറുത്ത രണ്ട് സാധനം എന്ന് പറഞ്ഞാൽ തോൽപാത്രത്തിൽ വെക്കുന്ന വെള്ളം, അത് കറുപ്പ് നിറയിട്ട് തോന്നും, പിന്നെ ഈത്തപ്പഴം, ഇത് രണ്ടോ ഉണ്ടായിരുന്നുള്ളൂ, വേറൊന്നുമില്ല. അങ്ങനെ ജീവിച്ചിരുന്നൊരു കാലം. അപ്പോൾ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഉമത്തിഅകുന്ന വഉസർരിഹകുന്ന സറാഹൻ ജമീല, ഞാൻ നിങ്ങളെ നല്ല നിലയ്ക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഒഴിവാക്കി തരാം. അങ്ങനെ നിക്കാഹ് പറഞ്ഞെടുക്കൂലേ, എന്താ പറയല്, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. എന്താണ് പറയണത്? എൻ്റെ മോളെ നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്ത് ഏൽപ്പിച്ചു തരാണ്. അലാ മാ അമറല്ലാഹു ബിഹി, അല്ലാഹ് കൽപ്പിച്ചതുപോലെ. എന്താ അല്ലാഹ് കൽപ്പിച്ചത്? മിൻ ഇംസാകിൻ ബിമഅറൂഫ്, എൻ്റെ മോളെ നല്ല നിലക്ക് നീ പരിപാലിച്ചു കൊണ്ടുനടക്കണം. നിനക്കതിന് കഴിയൂലേ? തസ്രീഹിൻ ബിഇഹ്സാൻ, നല്ല നിലക്ക് എന്നെ തിരിച്ചേൽപ്പിക്കുക, വാപ്പാനെ തിരിച്ചേൽപ്പിക്കുക. ഭർത്താവിനോട് പറയാണ്, ഭർത്താവേ, നിനക്കെൻ്റെ മോളെ നല്ല നിലക്ക് പോറ്റി വളർത്താൻ കൊണ്ടു നടക്കാൻ കഴിയില്ല എങ്കിൽ അവളെ ബുദ്ധിമുട്ടാക്കരുത്. തൊലാക്ക് ചൊല്ലാതെ, എന്നാൽ തൊലാക്ക് ചൊല്ലിയ പോലെ ഒരു ബന്ധവുമില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല, അവരെ നോക്കുന്നില്ല, പരിപാലിക്കുന്നില്ല, അങ്ങനെ ചെയ്യല്ലേ. തസ്രീഹിം ബി ഇഹ്സാൻ, എൻ്റെ മോളെ നിനക്കൊണ്ടാവില്ലെങ്കിൽ എന്ത് ചെയ്യുക, നല്ല നിലക്ക് തിരിച്ചേൽപ്പിക്കണേ. ഇതിനാണ് തസ്രീഹ് എന്ന് പറയാം. എത്ര മനോഹരമാണ് ആ വാക്കുകൾ എന്നറിയോ. അതൊക്കെ പുതിയാപ്പിള്ളേരെ മനസ്സിലാക്കണം. ഒരു പെണ്ണിനെ ഏൽപ്പിക്കുമ്പോഴേ ചവിട്ടി മെരുക്കി അടിമയായി കൊണ്ടു നടക്കാനുള്ളതല്ല അത്. നിങ്ങളെക്കൊണ്ട് കഴിയില്ലേ, നല്ല നിലക്ക് അവിടെ വാപ്പാൻ്റെ അടുത്ത് കൊണ്ടുപോയി ആക്കി കൊടുക്കുക. തസ്രീഹിം ബി ഇഹ്സാൻ, മാനം കെടുത്താതെ, അപമാനിക്കാതെ, മോശപ്പെടുത്താതെ, ബുദ്ധിമുട്ടാക്കാതെ. കഴിയില്ല, ഞങ്ങളെക്കൊണ്ട് ജീവിക്കാൻ കഴിയില്ല, മതി, പിരിയലാണ് ഖൈറെങ്കിൽ യുവഫിഖില്ലാഹു ബൈനഹുമ, നല്ല നിലക്കാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് പോകാം, ഇല്ലെങ്കിൽ അള്ളാഹു അവർക്ക് രണ്ടുപേർക്കും ഓരോ വഴി അള്ളാഹു തിരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുക്കും. അങ്ങനെയാണ് തങ്ങൾ പറഞ്ഞു ഇങ്ങനൊരു വാക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തങ്ങൾ പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇങ്ങനെയാണ്, പ്രയാസം ഉണ്ടാവും. അതല്ല, നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ മദീനയിൽ ഒരുപാട് ആളുകളുണ്ട്, നിങ്ങളെ ഞാൻ തൊലാക്ക് ചൊല്ലിത്തരാം, നിങ്ങൾക്ക് വേറെ കല്യാണം കഴിക്കാം. അങ്ങനെ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളാരും ധൃതിപ്പെട്ടൊന്നും തീരുമാനം പറയേണ്ട, അവനവൻ്റെ ഉമ്മയോടും വാപ്പയോടും ഒക്കെ ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് ബീവിയോട് പറഞ്ഞു, ആയിഷ, നിങ്ങളോട് ഞാൻ പറയണേ, നിങ്ങളുടെ വാപ്പ സിദ്ദീഖ് തങ്ങളോടും നിങ്ങളുടെ ഉമ്മ റൂമാൻ ബീവിയോടൊക്കെ എന്ത് ചെയ്യണം, സംസാരിച്ചിട്ട് തീരുമാനം അറിയിച്ചാൽ മതിട്ടോ എന്ന്. ആയിഷ ബീവി, പുണ്യനബിയെ, നിങ്ങളിങ്ങോട്ട് വരി, എന്താ നിങ്ങൾ പറഞ്ഞത്? അങ്ങയുടെ കൂടെ ജീവിക്കാൻ എൻ്റെ വാപ്പാനോടും ഉമ്മാരോടും ചോദിക്കണമെന്നോ? ആരോടും മിണ്ടരുതേ, ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചോളാം. എൻ്റെ മറുപടി ഇതാന്ന് ആരോടും പറയരുത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ റളിയല്ലാഹു തആല. ഇതേ ആയിഷ ബീവി റളിയല്ലാഹുവിൻ്റെ കല്യാണം പറഞ്ഞ് ഈ ഗുൽമാലുണ്ടാക്കണ മണ്ടന്മാരുണ്ടല്ലോ, ഒരിതും കൂടെ കേൾക്കണം. ഇതൊക്കെ ഹദീസിലുള്ള വിഷയങ്ങളാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഡെലിബറേറ്റ്ലി, പ്രൗഡ്ലി നബി തങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞ മഹദിയ. അങ്ങനെ ഒരു ടോർച്ചറോ ഒരു ഇൻജസ്റ്റിസോ അവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ പറയോ, കിട്ടിയ ചാൻസിൽ ഞാൻ പോട്ടെ എന്നല്ലേ പറയാ. നബിയെ, എൻ്റെ ഉത്തരം ഇതാണ് കേട്ടോ, പക്ഷെ ഞാൻ ഇതാ പറഞ്ഞതെന്ന് ബാക്കിയുള്ള പെണ്ണുങ്ങളൊന്നും അറിയണ്ട. അതിൻ്റെ അർത്ഥം എന്താ? അങ്ങയുടെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി. അത്രയ്ക്ക് ആയിഷ ബീവിക്ക് നബിയെ ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഈ കാരണം ഫെമിനിസ്റ്റുകൾ കടന്ന് ചാടേണ്ട വല്ല കാര്യമുണ്ടോ? ആയിഷ ബീവിക്ക് കുഴപ്പമില്ലാത്ത എന്തിനാ നിങ്ങൾക്ക് കുഴപ്പം?
ആ ഒരൊറ്റ ചോദ്യം അവരോട് ചോദിക്കുകയാണ്, ബീവിക്ക് ഇതിൽ പ്രശ്നമല്ല കുട്ടികളെ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പ്രശ്നം എന്ന് പറയുന്നത്? അങ്ങനെ സംഭവം ഇല്ലല്ലോ, വേറെ എന്തെങ്കിലും വിഷയം ചർച്ച ചെയ്തുകൂടെ? ആ സമയം വെറുതെ വേസ്റ്റാക്കാതെ. ആ ഒരു സമയത്താണ് ത്വലാഖിൻ്റെ വിഷയം വരുന്നത്. ത്വലാഖ് ചൊല്ലി എന്നും ചൊല്ലാൻ വെച്ചും എന്നൊക്കെ കാണാൻ കഴിയും ചരിത്രത്തിൽ. ത്വലാഖ് ചൊല്ലി എന്ന് ചില റിവായത്തിൽ കാണാൻ പറ്റും. ഹഫ്സ ബീവി റളിയല്ലാഹു തആല അൻഹ അതിൽ വല്ലാണ്ട് വിഷമിച്ചു എന്നാ. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്നത്, നബിയെ, ഹഫ്സ ബീവിയെ നിങ്ങൾ കൂടെ ചേർക്കണം. ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ. ആരുടെ മോളാ ഹഫ്സ ബീവി എന്നറിയോ? ആരുടെ മോളാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മോളാണ്. അറിയാലോ, 4 ഖലീഫമാരിൽ പിന്നീട് ഖലീഫമാരായത് തങ്ങൾ ആരുടെയും പേര് നിർദ്ദേശിച്ചിട്ടില്ല എന്ന് ചേർത്ത് വായിക്കണേ. ആ ഖലീഫമാരായവരിൽ 2 നബിതങ്ങളുടെ പുതിയാപ്പിളമാരാണ്. 2 പേർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മോശന്മാരാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമ്മോശനാണ്, ഉമർ റളിയല്ലാഹു അൻഹു അമ്മോശനാണ്. അവരുടെ മക്കളെ നബിതങ്ങൾ വിവാഹം ചെയ്തിട്ടുണ്ട്. പിന്നെ തങ്ങളുടെ മക്കൾ അങ്ങോട്ട് കല്യാണം കഴിച്ചെടുത്ത പുതിയാപ്പിളമാരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി തങ്ങൾ റളിയല്ലാഹു അലൈഹിം അജ്മഈൻ.